ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് അനദർ ഡേ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നലെ രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. നല്ല ദൂരമുള്ള യാത്ര ആയതുകൊണ്ട് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റി. ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ഇവിടെ ഒരു വീട്ടിലാണ്. ഇവിടെ ആയിരുന്നു സ്റ്റേയും കാര്യങ്ങളൊക്കെ. സോ ഞാൻ ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ട്രഡീഷണൽ രീതി തന്നെയാണ്. ഇവിടെയുള്ള ആൾക്കാർ ഇത് തന്നെയാണ് ഇതല്ല, ഇവിടുത്തെ ലാപ്പാന്ന് പറയുന്ന സംഭവം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ. അപ്പം ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് അവരെല്ലാം നോക്കുമ്പോൾ ഭയങ്കര ആശ്ചര്യമായിട്ട് എന്നെ നോക്കുന്നുണ്ട്, ഇതെന്താണ് ഇങ്ങനെയെന്ന്. എന്തായാലും ഇന്നലെ ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ആഹാരം ചോറും പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ സൂപ്പായിരുന്നു. സൂപ്പ് എന്ന് പറഞ്ഞാണ് തന്നത്. അതിനകത്ത് പന്നിയുടെ വാല് കട്ട് ചെയ്ത കറിയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. അതിനെ മാറ്റിയിട്ട് ഞാൻ സൂപ്പ് കഴിച്ചു ഗൈസ്. അതായത് ചോറ് കഴിക്കണ്ടേ. പിന്നെ പെപ്പയുണ്ടായിരുന്നു, അതായത് മുളക് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇന്നലെ ഫോൺ ഓഫ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. സോ ഗൈസ്, ഇന്നലെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ അതിഥികളെ സ്വീകരിക്കുന്നതായിട്ട്, അതായത് പുതിയൊരാൾ ടെറിട്ടറിയിലേക്ക് വരുമ്പോഴത്തേക്കിനും അവർ നമ്മളെ ട്രീറ്റ് ചെയ്യും. അതിന് വാട്ട് ഇറ്റ് ഈസ് കോൾഡ് കോള. സോ ക്യാൻ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദാറ്റ്? Yes. Normally the cola we use it to welcome strangers in a community. Okay. That is the tradition. Okay. Because the cola can ask the stranger what is their mission Okay. to the community. ഓക്കെ. സോ പുതിയതായിട്ടൊരാൾ കമ്മ്യൂണിറ്റി ടെറിട്ടറിയിലേക്ക് വരുമ്പോഴത്തേക്കിനും അവരുടെ വീടുകളിലേക്ക് വരുമ്പോഴത്തേക്കിനും ദ ഹൗസസ് ഓൾസോ those who are coming to the house new. Yes. So we used to give this one, right? Yeah. What all things are giving with the cola? You give the cola, then later we give water to drink. വാട്ടർ കോള, പിന്നെ അതുപോലെ തന്നെ പെപ്പെ. ഈ കോള, കട്ട് ചെയ്ത കോള യു നീഡ് ടു ഡിപ്പ് ഓൺ ദി പെപ്പെ ആൻഡ് ഈരിക്സ് ആൻഡ് ഡ്രിങ്ക് വാട്ടർ. സോ അതാണ് ഇവിടുത്തെ ഒരു പ്രൊസീജിയർ കേട്ടോ. ഇന്നലെ ഫോൺ ഓഫ് ആയതുകൊണ്ട് കുഡ് മേക്ക് വീഡിയോ ഫോർ ദാറ്റ്. എനിവേ, ഈ പരിസരങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കുക. We want to show everything. Yeah. Okay. So after you take the cola and drink the water, Okay. then they ask you where do you come from? What is your mission in this Okay. community? After that only, first procedure is they are giving the cola and water. Yeah. After treating them, then after only they ask why you are here, what is the reason you are here. All the questions they ask, right? Yes. So this is a mandatory for all the people also in the community. In the community and also in the country. Okay. Because everywhere you go, you will encounter this. Okay. Everywhere you go, they will use cola to welcome you and then ask for your mission. ഓക്കെ. സോ എവിടെ പോയെന്ന് പറഞ്ഞാലും ഇതാണ് ഈ രാജ്യത്തിൻ്റെതായ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്. ഓക്കെ, താങ്ക് യു. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുവട്ടമുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഒരു പക്ക വില്ലേജാണ്. കറണ്ടൊന്നും ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ ഇതുവരേക്കും. നോ ഇലക്ട്രിസിറ്റി ആയിരിക്കും. ഈ കൗണ്ടിയിൽ ഇലക്ട്രിസിറ്റി ഇല്ല കേട്ടോ. അതുകൊണ്ട് ചുറ്റുപാടുമുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ മുറ്റത്ത് തന്നെ എല്ലാം തൂത്ത് തുടച്ച് നീറ്റാക്കി എല്ലാം അടിപൊളിയാക്കി ഇട്ടിരിക്കുന്നതാണ്. ഒരു നാരകമാണ് നാരകം. അങ്ങനെ നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണിത്. ചെറിയ ചെറിയ മൺവീടുകളൊക്കെയാണ് എല്ലായിടത്തും ഉള്ളത്. നമുക്ക് അവിടേക്കൊക്കെ പോകാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ അവിടെയായിട്ട് കടലിനടുത്താണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. ബാർക്ലിവിയിൽ നിന്ന് കുറേ ദൂരം മാറിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. 2-3 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ബാർക്ലിവി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. സോ അവിടെ ആ കാണുന്ന ഭാഗം കടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ട് നമുക്ക് പോകാം കേട്ടോ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഈ ഏരിയയുടെ ചുറ്റുവട്ടമുള്ള ഭാഗങ്ങൾ. ഇവിടെ എല്ലാം ഇതുപോലത്തെ വീടുകൾ തന്നെയാണ്. എല്ലാം നല്ല അടിപൊളി ഒരു ശാന്തമായിട്ടുള്ള കാംഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. നല്ല അടിപൊളിയാണ്. വേസ് നോക്ക്, നമ്മൾ വില്ലേജിൻ്റെ ഒരു മൂലയിലൂടെ ഇങ്ങനെ പതുക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന പശുക്കളൊക്കെ ഇല്ലേ, നമ്മളപ്പുറത്ത് കാണുന്ന പശുക്കൾ, അവിടെ ഇവിടെയൊക്കെ കാണുന്ന പശുക്കളൊക്കെ പാലിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയല്ല ഇതിനെയൊക്കെ അവർ വളർത്തുന്നത്. ജസ്റ്റ് ഫോർ മീറ്റ്, ഇറച്ചി വെട്ടാനായിട്ടും ഇതിനു വേണ്ടിയൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇന്നലെ നമ്മൾ ഈ വഴി കൂടെയാണ് വന്നത്. അപ്പം റോഡെല്ലാം പോയി കിടക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ വില്ലേജ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. വില്ലേജിൻ്റെ ഓരോ മൂലയിൽ കൂടെയൊക്കെ കാണാൻ വേണ്ടിയും ഇതിൻ്റെ സെറ്റപ്പൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നോക്ക്, ദിസ് ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഫോൺ കുത്തിയിടാൻ വേണ്ടിയാണ് പോകുന്നത്. ഇവിടെ ആക്ച്വലി കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നെറ്റ്വർക്ക്, ആ കാണുന്ന ടവർ കണ്ടോ, ആ ടവറിൻ്റെ അവിടെയായിട്ട് ഫോൺ കുത്തിയിടാൻ അവർ സമ്മതിക്കും.
അവിടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, നടന്നാണ് പോകുന്നത്. നമ്മൾ ബൈക്കിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം വില്ലേജൊക്കെ ഇതൊക്കെ കാണാൻ വേണ്ടിയായിട്ട് നമ്മൾ നടന്നു പോവാണ്. അതുകൊണ്ട് നല്ല അടിപൊളി മനോഹരമായിട്ടുള്ളൊരു ഏരിയ കേട്ടോ. അങ്ങനെ ഈ കാണുന്ന ആടിനെയും വളർത്തുന്നത് ദിസ് ഗോട്ട് ഓൾസോ ഫോർ മീറ്റ് റൈറ്റ്. ഈ ആടിനെയൊക്കെ ഇവർ വളർത്തുന്നത് പാലിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയല്ല കേട്ടോ. ഇതെല്ലാം വളർത്തുന്നത് നമ്മുടെ മാംസം ഇല്ലെങ്കിൽ കണ്ടിക്കാൻ വേണ്ടിയാണ്. ഇതിൽ വളരെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ തീർന്നു. വളരെ ശ്രദ്ധിച്ച് നമുക്ക് കേസ് കാണണ്ടോ, വീടുകൾ അടുക്കി വെച്ചിരിക്കുന്ന വീടുകളുണ്ട്. നല്ല രസമില്ല കാണാനായിട്ട്. ബൗണ്ടറിയൊക്കെ കെട്ടിത്തിരിക്കുന്നത് കൃഷി ചെയ്യുന്ന കൃഷിയിടമാണെന്ന് തോന്നുന്നു കേട്ടോ. കമ്പ് കൊണ്ട് നല്ല കെട്ടി മറച്ച് നീറ്റാക്കി വെച്ചിരിക്കുന്ന കൃഷിയിടം, വീടുകളും ഒക്കെ ഉള്ളൊരു ഏരിയ. നല്ല രസമുള്ള ഏരിയ. ഗൈസ്, നമ്മൾ വരുന്ന വഴിക്കുള്ള ചെറിയ കാഴ്ചയുള്ള ഒരു മാവിൻ്റെ ചോട്ടിലാണ് അതുകൊണ്ട് കസേര ബെഞ്ചൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ബെഞ്ച് കെട്ടിയ ബെഞ്ചാണ്. ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറയാൻ വേണ്ടി നല്ല ശാന്തമായ. വേറെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണല്ലോ ഇവർക്ക്. വേറെ എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനം പറയുക, വരിക, കൂടുക, എന്തെങ്കിലും പബ്ലിക് മീറ്റിങ്ങുകളൊക്കെ കൂടുന്ന ഇവിടെ വെച്ചായിരിക്കും. ഇതുകൊണ്ടോ മാവിൻ്റെ ഒക്കെ കാണും, ഭയങ്കര സൈസുള്ള മാവൊക്കെയാണ്. ഇതൊക്കെ വീടുകളൊക്കെയാണ് കേട്ടോ, മണ്ണിൽ തീർത്ത വീടുകളും കാര്യങ്ങളൊക്കെയാണിത്. നല്ല അടിപൊളി ശാന്തമായിട്ടുള്ളൊരു വില്ലേജിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നല്ല ഇതുണ്ടോ, ഒരു ബിൽഡിങ് പണിയുന്നതുണ്ടോ, സിമെൻറ്റ് കൊണ്ട് പണിയുന്നൊരു ബിൽഡിങ്ങാണത്. കൂടുതലും ഇവിടെ മണ്ണിൽ തീർത്ത വീടുകളൊക്കെ തന്നെയാണ് കേട്ടോ. കാരണം അതിനുള്ള ഇവർ പുറത്തുനിന്ന് സാധനങ്ങൾ എത്തിക്കാനായിട്ടുള്ള മാർഗ്ഗം ഇവിടെ ഇല്ല. അതുകൊണ്ട് കൂടുതലും ഇവർ മണ്ണിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ മണ്ണൊക്കെ സംഘടിപ്പിച്ച് ഈ കമ്പുകൾ മാത്രം പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും വെട്ടിക്കൊണ്ട് വനത്തിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്നിട്ട് മണ്ണ് ഇവിടുന്ന് തന്നെ എടുത്ത് വീട് പണിയുകയാണ് പതിവ്. അതുകൊണ്ട് മിക്കയിടങ്ങളിലും മാവിൻ്റെ ചോട്ടിൽ ഇതുപോലെ ഇരിക്കാനായിട്ടൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിടാറുണ്ട്. നല്ല ശാന്തമായിട്ടുള്ളൊരു വില്ലേജിൻ്റെ സൈഡിൽ കൂടി ശാന്തമായി പോകുന്നു. ഇവിടെ ആയിട്ടൊരു ചർച്ച് കണ്ടോ, ഇതൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ചർച്ചാണ്. ഏതാണെന്നറിയത്തില്ല, ഒരു ചർച്ചുണ്ട്. ചെറിയൊരു സിറ്റി പോലാണ് കേട്ടോ. സിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ജംഗ്ഷൻ, ഒരു ഏരിയ ഒക്കെയുള്ള ഒന്ന് രണ്ട് ചെറിയ കടകളെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു പെട്രോൾ ബങ്ക് ഒക്കെ വെച്ച് വയ്ക്കുന്ന ഇതുണ്ട്. പെട്രോൾ ഇവിടുത്തെ ഫ്യൂൽ സ്റ്റേഷനാണ് കേട്ടോ. നല്ല രസമല്ലേ. ഇടങ്ങളിലും പബ്ലിക് ബോർവെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എവിടെ ചെന്നാലും അത് കാണാൻ പറ്റും. പിന്നെ ഇതൊരു ഫ്യൂൽ സ്റ്റേഷൻ കണ്ടോ, ഫ്യൂൽ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ സോളാർ ലൈറ്റുകൾ വഴിയിൽ പലയിടത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് കാണാം. ഞാൻ പറഞ്ഞ ചെറിയൊരു ടൗണാണ്. അവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് വന്ന് എല്ലാവരും കൂടെ വന്ന് എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് വരും. അപ്പം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം ഷൂട്ട് പലയിടങ്ങളിൽ അവോയ്ഡ് ചെയ്യും കേട്ടോ. ഇതൊരു ചാർജിങ് പോയിൻ്റാണ്. നോ ഫ്രീ ചാർജിങ് വിത്ത് ഹിയർ ഓൾസോ ഐ തിങ്ക് ഫോർ ചാർജിങ്. യാ, അതൊരു ചാർജിങ് പ്ലേസാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗതാഗത മാർഗം ബൈക്ക് മാത്രമാണ് കേട്ടോ. അങ്ങനെ കാർ ടാക്സി ഒന്നും ഇവിടെ ഇല്ല. ബൈക്ക് മാത്രമാണ് ഇവിടെ ആൾക്കാർക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു മാർഗം. ഇതൊരു ചെറിയ കടയാണ്, സ്മോൾ ഷോപ്പ്. ഇതുപോലെ തന്നെ പെട്രോളൊക്കെ വെച്ച് വയ്ക്കാനായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ ആരും വെച്ച് വയ്ക്കുന്നില്ലെന്ന് തോന്നുന്നു. നല്ല രസമായിട്ടുള്ളൊരു ഇതാണ് ടവർ കേട്ടോ. ഇത് ഒന്ന് ലോൺ സ്റ്റാർ ഡേറ്റയുടെ, അതൊന്ന് ഓറഞ്ച്. സോ ഹിയർ ഓൺലി ദേ അലോ us to full phone charge, right? Yeah. മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ, ഹായ്, ഹൗ ആർ യു സർ? സോ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച എന്ന് വെച്ചാൽ ഈ ചെറിയ പാലം കണ്ടോ, തടിപ്പാലം. ഇങ്ങോട്ട് വരുമ്പോൾ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ തടിപ്പാലം. ഇത് കണ്ടോ, ഗൈസ്, ഇത് കണ്ടോ, തടിപ്പാലം കണ്ടോ, അടിപൊളിയല്ലേ? ഇതിൻ്റെ മണ്ടയിൽ കൂടെ എത്ര വെയിറ്റുള്ള വണ്ടിയും കയറുമെന്നാണ് തോന്നുന്നത്. നല്ല സ്ട്രോങ് ആണ്, ഇറ്റ്സ് വെരി സ്ട്രോങ്. സോ ഇന്നലെ നമ്മളിവിടെ ഇതിലൂടെ വന്നു കേട്ടോ. അവിടെ വെച്ചാണ് നമ്മുടെ ബൈക്ക് മണ്ണിനകത്ത് പോയത്. സോ somebody here, I think they help us to put the phone in charge. And ഗൈസ്, അവിടെയായിട്ടൊരു സ്കൂളുണ്ട് കേട്ടോ. അത് കണ്ടോ, ആ കാണുന്ന സ്കൂളാണ്. ആ സ്കൂളിൽ നിന്ന് വേണ്ട വിദ്യാർത്ഥികൾ വരുന്നത് കണ്ടോ. ഇവിടെ ഉച്ച വരെയാണ് പഠിത്തമുള്ളത് കേട്ടോ. 2 മണിക്കൂർ 3 മണിക്കൂർ
അങ്ങനെയൊക്കെ ഉള്ളൂ. ഇല്ല രാവിലെ തൊട്ട് ഉച്ച വരെ. നമ്മൾ ചെന്ന ഈ ലൈബ്രറിയിൽ പലയിടങ്ങളിൽ നമ്മൾ വിസിറ്റ് ചെയ്ത ഇടങ്ങളിലൊക്കെ 2 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെ ഉള്ളൂ സ്കൂൾ. ഇല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ളൂ സ്കൂൾ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ കാണത്തില്ല. അങ്ങനത്തെയാണ്. ഇവിടെ വന്നപ്പോൾ കണ്ടൊരു ചെറിയ കടയാണ് കേട്ടോ. കണ്ടോ, ചെറിയ ഷോപ്പ്. ഈ ചെയ്യുന്നത് കുക്കീസാണ്. ബ്യൂട്ടിഫുൾ ടേസ്റ്റി കുക്കീസ് ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചെയ്തു വെച്ചിരിക്കുന്നതിനെ തീയിൽ ചുട്ടാണ് എടുക്കുന്നത് കേട്ടോ. നല്ല രുചികരമായിട്ടുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ചെയ്തത് നമുക്ക് കിട്ടിയില്ല. നമ്മളങ്ങനെ സങ്കടത്തോടു കൂടി നമ്മളിവിടുന്ന് പോവാം കേട്ടോ. ഉപ്പ് കണ്ടോ, 5 for cookies. 5 for cookies. ഞങ്ങൾ വേണ്ട കുക്കീസ് അവിടെ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മുട്ടായി വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും നടക്കുക. കൈസ് എനിക്ക് വേണ്ടി ചമ്മന്തി അരയ്ക്കുക കേട്ടോ. ചമ്മന്തി. We used to call this chammandi. Chutney. This called chamandi. Chammandi.